നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 2 ശാസ്താംപാറയുണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് 2 ശാസ്താംപാറയുണ്ട് കേട്ടോ. ഒരു ശാസ്താംപാറ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വെളുപ്പിൽശാലയുള്ള ശാസ്താംപാറയാണ്. രണ്ടാമത്തെ ശാസ്താംപാറ കോഴിക്കോടുള്ള ശാസ്താംപാറയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോഴിക്കോട്. സംശയമല്ലേ? സംശയമൊന്നും വേണ്ട. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ ശാസ്താംപാറ എന്ന് പറയുന്നൊരു പാറയും മുകളിലൊരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിങ്ങോടുള്ള പഞ്ചായത്തിലാണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 5 കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പോൾ നിന്ന് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാക്കിൽ കാണുന്നതുണ്ടോ, ഇതാണ് പാണ്ഡവൻ പാറ. ഈ കൊല്ലത്ത് മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും ഇങ്ങനൊരു പാണ്ഡവൻ പാറയുണ്ട്. ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് നമുക്ക് അവിടെ കയറി വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോസ് ചെയ്യാത്തത്. ഒരു ദിവസത്തെ ഒരു ട്രിപ്പായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാണ്ഡവൻ പാറ കയറി കാണാം, നമ്മുടെ അരുവിപ്പുറം ക്ഷേത്രം കാണാം. അങ്ങനെ അടുത്ത് ഈ ഒരു ശാസ്താംപാറ വൈകുന്നേരം സൺസെറ്റ് കണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വരുന്നവർക്ക് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരാം. അപ്പോൾ ഇതിൻ്റെ ഡെസ്റ്റിനേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ വഴിയേ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം ശാസ്താംപാറയിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ യാത്ര ശാസ്താംപാറയിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇൻട്രോ എടുത്ത സ്ഥലം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട്. മുകളിൽ പോയി കഴിഞ്ഞാൽ ഔട്ടാണ്. ഈ ഒരു ലെവലാണ് 6 ഒക്കെ വരുന്നത്. ക്രിക്കറ്റ് മാത്രമാണ് കേട്ടോ കളി. ഇവിടെ കൂടുതലും ശനി ഞായർ മാത്രമാണ് കളി. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞ പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിലൊരു പാണ്ഡവൻ പാറയുണ്ട്. അതല്ല, ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള പാണ്ഡവൻ പാറയാണ് കേട്ടോ. ഇതൊരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരിക്കൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് നമ്മൾ ഓട്ടിച്ച് വിട്ടൊരു സ്ഥലമാണ് ഈ ഒരു പാണ്ഡവൻ പാറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഒരു 4 മാസം മുന്നേ ഞാൻ ബൈക്കിൽ നിന്ന് വീണത്. നേരെ ഓപ്പോസിറ്റ് പയ്യന്മാർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എല്ലാണോ വന്ന് തൂക്കിയെടുത്ത് രക്ഷപ്പെടുത്തി പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ആ ഒരു വീഴ്ചയുടെ ഓർമ്മയും കൂടെ ഈ ഒരു റൂട്ട് വന്നപ്പോൾ മനസ്സിലങ്ങ് കയറിക്കൂടി. ഈ ശാസ്താംപാറ പോകുന്ന ഒരു കുഞ്ഞു വില്ലേജിലൂടെയാണ് കേട്ടോ. നമ്മുടെ പെരിങ്ങോടുള്ള ഗ്രാമപഞ്ചായത്തും കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തും അതിൽ ഏറ്റവും അടുത്തായിട്ട് വരുന്ന മെയിൻ ജംഗ്ഷനാണ് കേട്ടോ ഈ കാണുന്ന ആലത്തൂർ ജംഗ്ഷൻ. അപ്പോൾ ഇപ്പോഴും തന്നെ ഈ ഒരു റൂട്ടിലുള്ള വണ്ടികളുടെയും ആളുകളുടെയും തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പീസ്ഫുൾ ഏരിയ ആണ് കേട്ടോ ഇത്. ആലത്തൂർ കഴിഞ്ഞ് തൊട്ട് ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു പെട്രോൾ പമ്പുണ്ട് കേട്ടോ. ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് നമുക്ക് ശാസ്താംപാറയിലേക്ക് പോകാം. ഇത് വിട്ടിയറം ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണ്. ഇതിനകത്തോട്ടാണ് ആർച്ച് വരുന്നത്. അങ്ങനെ നമ്മൾ ശാസ്താംപാറയുടെ അടുത്തെത്തി. ഇതേ അങ്ങ് മുകളിൽ കാണുന്നതാണ് കേട്ടോ ശാസ്താംപാറ. അത് ഇതിലെന്തായാലും സൂമിങ് ഇല്ല, നമ്മൾ ഗോപ്രോയിൽ സൂം ചെയ്ത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ശാസ്താംപാറ തിരിയുന്ന റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പെരിങ്ങട വഴി നെയ്യാറ്റിങ്കര പോകാൻ പറ്റും. ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരക്കോണം പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്ന ആനാവൂരാണ് കേട്ടോ. ആനാവൂർ നാഗപ്പനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഇതേ കണ്ടോ, ശ്രീ ശാസ്താംപാറ ശ്രീ ശാസ്താ ക്ഷേത്രം ട്രസ്റ്റ് കോഴിക്കോട് ആനാവൂർ ഉണ്ടോ. ഇത് കോഴിക്കോടെന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താംപാറ ടെമ്പിൾ എന്ന് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു കുഞ്ഞ് റോഡ് ചെയ്യുന്നുണ്ട്. മെയിൻ റോഡാണ്. മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്. ആർച്ചിൽ നിന്ന് ഉള്ളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതുവഴി ഒരു വണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് വെച്ച് നിർത്തി കൊടുക്കണം. അവനൊരു കുഞ്ഞു വഴിയാണ് കേട്ടോ. റബ്ബർ തോട്ടങ്ങളും ഒരു കുളമല്ലേടോ അത്? അല്ലേ കുളമായിരുന്നു, ഇപ്പം അത് പോയി. ഈ ശാസ്താംപാറയിലേക്ക് പോകുന്ന വഴിയുടെ 2 സൈഡും റബ്ബറാണ് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഏരിയയാണ്. മൊത്തം റബ്ബർ തോട്ടങ്ങളാണ് ഇവിടെ ഉള്ള എല്ലാം. പിന്നെ കുറച്ച് വീടുകൾ നമ്മൾ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. വാഹനമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇടത്തേക്ക് നമ്മൾ വന്ന വഴിയിൽ നിന്ന് ഇടത്തേക്ക് ശാസ്താംപാറ ശ്രീ ശാസ്താ ക്ഷേത്രം എല്ലാ കയ്യിൽ പോയി. ആനാവൂർ കോഴിക്കോട് കേട്ടോ. നമ്മുടെ പെരിങ്ങടമുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് കേട്ടോ. അത് നമ്മുടെ ബ്ലോക്ക്. ശരി വിട്ടോ. നീ ഇവിടെ പോറേ, ഇത് കുന്നാടേ, ഇത് കയറില്ല ഇവിടെ വയ്ക്കണ വണ്ടി തന്നെ. അതിലേ പറഞ്ഞ ഒരു മല കയറാൻ അടിപൊളി. എടാ ഇങ്ങോട്ട് തിരിയടാ. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് നശിപ്പിക്കൂടാ ചെറുതായിട്ട്.
ബെസ്റ്റ്. ഇന്ന് തെക്ക് വടക്കെടുക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ മുകളിലോട്ട് കയറണം കേട്ടോ. കുറേ ദൂരം നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. നോക്കിയൊക്കെ അതെ ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, മുകളിലൊരു ബൈക്ക്. അടിപൊളി. നമ്മുടെ കമ്പി കൊണ്ട് വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ വേണമെങ്കിൽ പിടിച്ച് മുകളിൽ പോകാം. മിക്കവാറും ഒന്ന് തീരുമാനമാവും. അപ്പോൾ അതെ ഇവിടെ നിന്ന് കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞിട്ട് മുകളിലോട്ട് ഇൻ്റർലോക്ക് റോഡാണ് കേട്ടോ വരുന്നത്. ഇൻ്റർലോക്ക് ഇട്ട് പക്ഷേ ഒരു കുത്ത് കയറ്റമാണ്, കയറാൻ ഇച്ചിരി ഒരു പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബൈക്ക് മുകളിലോട്ടൊന്നും കൊണ്ടുപോകത്തില്ല, എല്ലാവരും ബൈക്ക് ഇവിടെ താഴെ വെച്ചിട്ടാണ് പോകുന്നത്. അയ്യാ തളർന്നാടാ പിന്നെ ഞാൻ എൻ്റെ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. പക്ഷേ ഇത് തുടങ്ങുന്നതിൻ്റെ അവിടെയാണ് ഇരിക്കാനുള്ള സ്ഥലം. ഇനി മുകളിലോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എടാ മതിരാ ചൊല്ലിയത്. ഒരുത്തൻ കൂടെ വന്നിട്ട് അവൻ്റെ ലവറിനെ വിളിച്ച് പോകണം. എങ്ങനെ തോന്നുന്നുണ്ടോ നിനക്ക്? വീഡിയോ എടുത്ത് തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ മുകളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ പോയിൻ്റാണ്, അടിപൊളി. ഇവിടെ എന്തേ മുകളിലോട്ട് സ്റ്റെപ്പുകളുടെ ബഹളം. എടാ എത്ര സ്റ്റെപ്പ് ഉണ്ടോ അവിടെ? ഇത് അത്രയുണ്ടോ? അടിപൊളി, നല്ല കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി മടുക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ അത്യാവശ്യം വൃത്തിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. ഒരു സൈഡിൽ കമ്പിയുണ്ട്, നമുക്ക് പിടിച്ച് കയറാൻ പറ്റിയ കമ്പികൾ. അടുത്ത് സ്റ്റെപ്പും ഉണ്ട്. പിന്നെ സ്റ്റെപ്പെല്ലാം കണ്ടോ വൃത്തിയാക്കിയിട്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നടന്നു വരുന്നവർക്കെല്ലാം ഇരിക്കേണ്ട സ്ഥലമുണ്ട് കേട്ടോ. വേണ്ട നമ്മുടെ കുന്നത്തെ ഗ്രാമപഞ്ചായത്ത് ശ്രീ ആനാവൂർ നാഗപ്പൻ മുൻ ജില്ലാ പഞ്ചായത്താണ്. ഇപ്പോഴും പുള്ളി എന്തോ ആണ്. അപ്പോൾ ആനാവൂർ തന്നെയാണ്. ആനാവൂരിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ സ്ഥലം. നമ്മുടെ കണ്ടോ, നമുക്കിവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഈ കയറി വന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇത്രയും ഡിസ്റ്റൻസാണ്, നമ്മൾ ഇത്രയും കുത്ത് കയറ്റാണ് കയറി വന്നത്. ഇനി ഇവിടെ നിന്ന് ഇത് ചരിഞ്ഞ കോൺക്രീറ്റ് പ്രതലമാണ് ഇനി അങ്ങോട്ട് കണ്ടോ. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ശാസ്താംപാറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു കാര്യം പറയാണ്ട്, അത്യാവശ്യം നല്ലൊരു ട്രക്കിംഗ് ആണ് കേട്ടോ. നല്ല ട്രക്കിങ്ങുമാണ്, മുകളിൽ അടിപൊളി ഒരു വ്യൂ പോയിൻറ്റുമാണ്. പക്ഷേ അധികം കുന്നും മലയും കയറാൻ പറ്റാത്തവർക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. പിന്നെ വരുമ്പോൾ ഒരു കുപ്പി വെള്ളം എന്തെങ്കിലും കൂടെ കൊണ്ടുവരിക. ഇനി മുകളിലോട്ട് പോകുമ്പോൾ എന്തായാലും നമുക്ക് വോയിസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. മുകളിൽ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പൂജയ്ക്കുള്ള സമയമൊക്കെ ആയി. അപ്പോൾ നമ്മൾ വൈകുന്നേരം സൺസെറ്റ് കാണാൻ വരാൻ പറ്റിയ സ്ഥലമാണ്. വയ്യ കഥയ്ക്കാണ്. അയ്യോ ഇവിടുന്ന് മുകളിലോട്ടുള്ള വഴിയുണ്ടോ എൻ്റെ ദൈവമേ, അടിപൊളി കണ്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്തി. പക്ഷെ എന്നാലും കണ്ടോ ഇങ്ങനെ ചെറിയ ഒടിവും തിരിവും മറിവും ഒക്കെ ഉള്ള സ്റ്റെപ്പാണ്. ആ കോൺക്രീറ്റ് ആണപ്പോൾ ഞാൻ വിചാരിച്ചു കോൺക്രീറ്റ് ആയിരിക്കുമെന്നിനി, പക്ഷെ അങ്ങനെയല്ല. അടിപൊളി ഒരു കുഞ്ഞു വ്യൂ പോയിന്റ്. അപ്പോൾ ഇനി അടുത്ത പാട്ടിൻ്റെ കഥകൾ മാത്രമേ കേൾക്കാനുണ്ടാവത്തുള്ളൂ. നമുക്ക് നോക്കാം. അല്ലേ പാട്ട് ഓഫ് ചെയ്തു, അടിപൊളി. അങ്ങനെ പാട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ വരുന്നവർ വെള്ളമൊക്കെ കൊണ്ടുവരിക, സ്നാക്സോ അങ്ങനെ ഒന്നും ഇതിൻ്റെ മുകളിൽ കിട്ടത്തില്ല. വൈകുന്നേരം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സമയമായി. മുകളിലോട്ട് പോട്ടെ, കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ശ്രീ ശാസ്താംപാറ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഓ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് സെറ്റാണ് കേട്ടോ. ശാസ്താംപാറ ശ്രീ ശാസ്താ ക്ഷേത്രം ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ നിൽക്കുന്ന ഈ പുല്ലുകൾ കണ്ടോ, ഇത് കാണാൻ ഒരു സെറ്റാണ് കേട്ടോ. ഇത് കണ്ടോ അടിപൊളി. എന്തായാലും ഇവിടെ പണി നടക്കുവാണ്. പണിക്ക് വേണ്ടി ഇതേ പാറപ്പൊടി, മെറ്റിൽ, കമ്പി എല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു കുളമുണ്ട് കേട്ടോ. കുളമല്ല, ഒരു ചെറിയ ടാങ്ക് കെട്ടി വെള്ളം സൂക്ഷിക്കുന്നൊരു സ്ഥലമാണ് കണ്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട്. മീനാമാക്രിയോ മീൻ അല്ല സോറി, തവളയൊക്കെ കുഞ്ഞിട്ട് കിടക്കുമോ അതിനകത്ത് കണ്ടോ. ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം കണ്ടോ.
അങ്ങനെ നമ്മൾ ശാസ്താംപാറയും താഴെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ പാട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റത്തെ കുറേ വിഷ്വൽസ് നമ്മൾ വോയിസ് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനി അടുത്തെപ്പോഴെങ്കിലും വരാം. അതുവരെ സി യു.